ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാനിന്നൊരു വെറൈറ്റി മാമ്പഴ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെറും ഒരു മാമ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പുട്ടാണ് കേട്ടോ. മാത്രമല്ല, നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ മാമ്പഴം വെച്ച് മാത്രമാണ് കേട്ടോ ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുട്ടിൻ്റെ കൂടെ മറ്റു കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മാമ്പഴപ്പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാമ്പഴപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വലിയ ഒരു പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാമ്പഴ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് മാമ്പഴം ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് പുട്ടിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് പുട്ടുപൊടിയുമാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മാമ്പഴം ഒരു മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കാൻ പോകുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ പുട്ടുപൊടി നനയ്ക്കാൻ പോകുന്നത്. ഇതായിട്ട് ഇപ്പോൾ ഈ മാമ്പഴം നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുട്ടുപൊടിയിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ ഈ ഒരു മാമ്പഴത്തിൻ്റെ പേസ്റ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ പേസ്റ്റ് കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഈ മാമ്പഴ പേസ്റ്റ് കുറേശ്ശെ ചേർത്ത് ഈ പുട്ടുപൊടി നന്നായിട്ട് നമുക്ക് ഇതേപോലെ നനച്ചെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ മാമ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു മാമ്പഴത്തിൻ്റെ കളറാണ് കേട്ടോ ഇതിന്. ഇനി ഈ നനച്ച പുട്ടുപൊടി നമ്മൾ ഇതേപോലെ പിടിക്കുമ്പോൾ ഒട്ടി നിൽക്കുന്നതാണ് ഇതിൻ്റെ പാകം. അതായത് ഒരുപാട് ഡ്രൈ ആവാതെ ഈ പൊടി ചെറിയ നനവോടെ ഉള്ളതായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് മാമ്പഴപ്പുട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് പുട്ടുകുറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മാമ്പഴത്തിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാമ്പഴത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് നനച്ചു വെച്ചിരുന്ന പുട്ടുപൊടി ഇട്ട് നിറച്ചു കൊടുക്കാം കേട്ടോ. പുട്ടുപൊടി നിറച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ലെയർ തേങ്ങ ചിരകിയതോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് സ്റ്റീമിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ചിരട്ടപ്പുട്ട് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് ഈ ചിരട്ടപ്പുട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഈ പുട്ട് വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പുട്ടിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മുടെ മാമ്പഴ പുട്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ല ഒരു മാമ്പഴത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ റൂമിലൊക്കെ. കാണാൻ നല്ല ഭംഗിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാമ്പഴപ്പുട്ടിനോട് കൂടെ നമുക്ക് മറ്റു കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു മാമ്പഴവും പുട്ടുപൊടിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു മാമ്പഴ സീസണിൽ ഈ ഒരു പുട്ട് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക്